സർക്കാരിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായി ചില പോലീസുകാർ നിലപാടെടുക്കുന്നുവെന്നും ഇക്കാര്യം സർക്കാർ പരിശോധിക്കണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. എല്ലാ കേസുകളിലും UAPA ചുമത്താൻ പാടില്ലെന്നും കമൽ സിക്കെതിരായി രാജ്യദ്രോഹ കുറ്റം ചുമത്തിയത് പുനഃപരിശോധിക്കണമെന്നും UAPA ദുരുപയോഗം ചെയ്യാൻ പാടില്ലെന്നും കോടിയേരി പ്രതികരിച്ചു. സർക്കാരിന്റെ പ്രഖ്യാപിതമായ പോലീസ് നയത്തിന് വിരുദ്ധമായിട്ടും കേരള പോലീസ് ആക്ടിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ചില പോലീസ് ഓഫീസർമാർ സംസ്ഥാനത്തുണ്ട് എന്നാണ് സമീപകാലത്തുണ്ടായ ചില സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. അത്തരം പ്രശ്നങ്ങളിൽ ഗവൺമെൻറ് കർശനമായിട്ടുള്ള നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. എല്ലാ കേസുകൾക്കും UAPA ചുമത്തണമെന്ന അഭിപ്രായം ഗവൺമെൻറ്റിനില്ല. ഭീകരപ്രവർത്തനങ്ങൾ തടയുന്നതിന് വേണ്ടി മാത്രമേ UAPA ചുമത്താൻ പാടുള്ളൂ. ചവറയിലെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് 124A ചുമത്തിയതായിട്ടുള്ള റിപ്പോർട്ടുണ്ട്. അത്തരം കേസുകളിൽ 124A ചുമത്താൻ പാടില്ല. രാജ്യദ്രോഹ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് ഇതുപോലുള്ള കേസുകളിൽ വകുപ്പുകൾ ചേർക്കുന്നത് അത് തെറ്റായ സന്ദേശമാണ് നൽകുക. രാജ്യദ്രോഹ കുറ്റവും UAPAയും ചുമത്തുന്നതിനെ എക്കാലവും ശക്തമായി എതിർക്കുന്ന നിലപാടാണ് പാർട്ടിയുടേതെന്ന് CPIM. ദേശീയഗാന വിഷയത്തിൽ കേരളത്തിൽ ആർക്കെതിരെയും രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ടില്ലെന്നും കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കി. പോലീസിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിക്കുന്നുവെന്ന വിമർശനം സംസ്ഥാന സർക്കാർ പരിശോധിക്കുമെന്നും പോളിറ്റ് ബ്യൂറോ അംഗം S. രാമചന്ദ്രൻ പിള്ള പറഞ്ഞു. രാജ്യദ്രോഹ കുറ്റം ചേർത്തുന്ന 124A വകുപ്പിനെയും UAPA നിയമത്തെയും ശക്തമായി എതിർക്കുന്ന നിലപാടാണ് CPIMന്റേതെന്ന് കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കി. ദേശീയഗാന വിഷയത്തിൽ എഴുത്തുകാരൻ കമൽ സി ചവറയ്ക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയതായി വാർത്തകൾ വന്നിരുന്നു. രാജ്യദ്രോഹ കുറ്റം നീക്കം ചെയ്യാൻ ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. ദേശീയഗാന വിഷയത്തിൽ കേരളത്തിൽ ആർക്കെതിരെയും രാജ്യദ്രോഹ കുറ്റം നിലവിലില്ലെന്നും കേന്ദ്ര കമ്മിറ്റിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ CPIM വ്യക്തമാക്കി. UAPAയുടെ പ്രയോഗം പാർട്ടി അംഗീകരിക്കുന്നില്ലെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം S. രാമചന്ദ്രൻ പിള്ള പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എക്കാലത്തും അൺലാഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ടിന്റെ ഉപയോഗത്തെ എതിർത്തു വരികയാണ്. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും വർഗീയതയ്ക്കെതിരെയും കേരളത്തിലെ ഇടത് സർക്കാർ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇക്കാരണങ്ങൾ കൊണ്ട് RSSും BJPയും കേരളത്തെ ഉന്നം വയ്ക്കുന്നു. തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും CPM നേതൃത്വം മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, ദില്ലി. കഴിഞ്ഞ ദിവസം കോഴിക്കോട് വച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത നദീറിനെ മാവോയിസ്റ്റുകളുമായി ബന്ധമുണ്ടെന്നതിന് മതിയായ തെളിവുകൾ ലഭിക്കാത്തതിനാൽ പോലീസ് വിട്ടയച്ചു. തുടർന്ന് നദീറിന്റെ ബാലുശ്ശേരിയിലെ വീട്ടിൽ ആറളം പോലീസ് റെയ്ഡ് നടത്തി. ജനുവരി 4-ന് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആറളം വിയറ്റ്നാം കോളനിയിലെത്തിയ മാവോയിസ്റ്റ് സംഘത്തിൽ നദീർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് പോലീസ് നദീറിനെ കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച് കസ്റ്റഡിയിലെടുത്ത നദീറിനെ ആറളം പോലീസ് എത്തി കണ്ണൂരിലേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുപോയിരുന്നു. ആറളം ആദിവാസി കോളനിയിൽ ആയുധധാരികളായി എത്തി ഭീഷണിപ്പെടുത്തി കാട്ടുതീ പ്രസിദ്ധീകരണം വിതരണം ചെയ്ത സംഘത്തിൽ നദീർ ഉൾപ്പെട്ടിട്ടുള്ളതായി കോളനിയിലെ സ്ത്രീ ഫോട്ടോ കൊണ്ട് തിരിച്ചറിഞ്ഞുവെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ശാസ്ത്രീയമായ തെളിവുകൾ ലഭിക്കാത്തതിനെ തുടർന്ന് പോലീസ് നദീറിനെ വിട്ടയക്കുകയായിരുന്നു. ഇയാളുടെ ഫോട്ടോ ഐഡന്റിഫൈ ചെയ്തിരുന്നു. അതിന്റെ ഒരു വെരിഫിക്കേഷന് വേണ്ടി നമ്മളെ ഇന്നലെ വിളിച്ചു. വെരിഫിക്കേഷൻ സമയത്ത് ഇയാളുടെ ഫോട്ടോ ഇപ്പോൾ ഒരു ഏകദേശം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ വേറെ ടെക്നിക്കൽ അനാലിസിസ് ഇയാളുടെ പ്രസൻസ് അങ്ങനെ അതിൻ്റെ ഒരു ജസ്റ്റിഫൈ ആവുന്നില്ല. സോ ആസ് ഓഫ് നൗ വി ആർ റിലീസിങ് ഹിം വിത്ത് എ റിക്വസ്റ്റ് ദാറ്റ് ഇപ്പോൾ നമുക്ക് പോലീസിലെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഇയാൾക്ക് തിരിച്ചു വരാം. ഗ്രൗണ്ടിൽ മീൻസ് ഇതുവരെ ഇയാൾക്ക് അറസ്റ്റ് ചെയ്യാനുള്ള എവിഡൻസസ് ഇപ്പോൾ സഫീഷ്യൻ്റ് അല്ല. സോ നമുക്ക് ഫർദർ ഇൻവെസ്റ്റിഗേഷനിൽ എന്തെങ്കിലും എവിഡൻസ് കിട്ടിയപ്പോൾ നമുക്ക് ഇയാൾക്ക് എപ്പോൾ വേണം അറസ്റ്റ് ചെയ്യാം. നദീറിനെ വിട്ടയച്ചതിനു ശേഷം ബാലുശ്ശേരിയിലെ നദീറിന്റെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തി. ഇരിട്ടി CIയുടെയും ആറളം SIയുടെയും നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ലെന്നും ജനുവരി 4-ന് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടതായും നദീർ കോഴിക്കോട് പറഞ്ഞു. കേസ് വന്നതിന് ശേഷം കോഴിക്കോടും അല്ലെ തൃശ്ശൂർ, തിരുവനന്തപുരം, IFFK എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ഉണ്ടായിട്ടുണ്ട്. 3 എമിഗ്രേഷൻ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. നിന്നെ വിടുന്നത് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ്. ജസ്റ്റ് ഞങ്ങൾക്ക് തോന്നുകയാണ് നീ ഇത് ചെയ്തിട്ടില്ല, പക്ഷേ പൂർണ്ണമായിട്ട് നിന്നെ വിടുന്നതോ നിന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കുകയോ ചെയ്യുന്നൊന്നുമല്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രാജ്യദ്രോഹം എന്ന പേരിൽ UAPA ചുമത്തുന്നത് ശരിയല്ലെന്ന് പ്രകാശ് കാരാട്ട്. കേരള പോലീസും UAPA ഉപയോഗിക്കുന്നു. പോലീസുകാർക്ക് UAPA കുറിച്ച് മനസ്സിലാക്കി കൊടുക്കണമെന്നും പ്രകാശ് കാരാട്ട്. We are totally against the use of sedition. Anybody can write anything. I have seen what has been written by that person. There's nothing seditious about it. So the police in Kerala, I think, should be educated, because the Supreme Court itself has said
that this sedition clause can be used only if there is a direct incitement to violence and which will create a serious law and order situation. So today that person who was arrested under section 124A, even if you don't stand up for the national anthem, it cannot be considered sedition according to the law of our country. So I'm sure that the LDF government here will ensure that this sort of interpretation of the law by the police will not take place, and they will nullify the use of the sedition clause in the case which was recently registered. നദീറിനെതിരെ തെളിവുകളില്ലെന്ന് DGP ലോക്നാഥ് ബെഹ്റ. ചോദ്യം ചെയ്യാനായാണ് വിളിപ്പിച്ചതെന്നും കമൽ സിക്കെതിരെ UAPA ചുമത്തിയിട്ടില്ലെന്നും DGP മാധ്യമങ്ങളോട് പറഞ്ഞു. മിസ്റ്റർ ചാവറയുടെ കേസിൽ ഞങ്ങൾ ഇതുവരെ ഞങ്ങൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു കേസ് രജിസ്റ്റർ ചെയ്തു ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ. അദ്ദേഹത്തെ വിളിച്ചിട്ട് അങ്ങരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തണമല്ലോ. ആ സമയത്ത് നിങ്ങൾ പറഞ്ഞു അവർ അറസ്റ്റ് ചെയ്തു. പിന്നെ പറഞ്ഞു മിസ്റ്റർ നാദിറുടെ ഒരു ഇതോട് ഞങ്ങൾ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ ഒരു സംശയത്തിന് ഒരു സസ്പീഷ്യനിൽ ആ സസ്പീഷ്യൻ അടിസ്ഥാനത്തിൽ വിളിച്ചിട്ട് പിന്നെ അദ്ദേഹത്തെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. കുറച്ച് കാര്യങ്ങൾ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി ചെക്കപ്പ് ചെയ്തു. ഇപ്പോൾ അദ്ദേഹത്തെ വിട്ടുല്ലോ. കുറേ എക്സ്റ്റോർഷൻ എന്നാണോ നടത്തി. അതൊരു UAPയിലെ കേസുണ്ടോ മാർച്ച് മാസത്തിലെ. ആ കേസിലെ ഒരു ആള് വിക്ടിമിൻ്റെ ഒരു സൈഡിൽ ഒരു സംശയം ഉണ്ടോ ഈ ആളായിരിക്കും. അപ്പോൾ പോലീസിൽ പറഞ്ഞു. അങ്ങനെയൊക്കെ ഞങ്ങൾ വിളിച്ചു ചോദിച്ചു. പിന്നെ അതൊക്കെ കുറച്ച് സയൻറ്റിഫിക് ചെക്കപ്പ് ചെയ്യാനുണ്ടല്ലോ. ചെക്കപ്പ് ചെയ്ത ശേഷം നമുക്ക് ബോധ്യപ്പെടുത്തി ഈ അദ്ദേഹം ചിലപ്പോൾ അതിൽ ഇല്ല. കാരണം അങ്ങനെ ഒരു തെളിവ് ഓർന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ വിട്ടു. KSRTCയുടെ അന്ത്യം നിശ്ചയിക്കുന്ന സർക്കാർ അല്ല കേരളത്തിൽ ഇപ്പോൾ ഉള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. KSRTCയെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി KSRTCക്ക് കൂടുതൽ ഊർജ്ജസ്വലമായി സർവീസ് നടത്തുന്നതിന് പ്രാപ്തമാക്കുന്ന നടപടികൾ സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി. സേവ് KSRTC ക്യാമ്പയിന്റെ സമാപന ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. KSRTC ജീവനക്കാരുടെ സംഘടനകൾ നാളെ ആരംഭിക്കാനിരുന്ന അനിശ്ചിതകാല പണിമുടക്ക് പിൻവലിച്ചു. ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ശമ്പള കുടിശ്ശികയും പെൻഷനും ഉടൻ നൽകുമെന്നും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കില്ലെന്നും ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. KSRTCയിൽ കുറഞ്ഞ നിരക്ക് ഏകീകരിച്ചതിലൂടെ 25 ലക്ഷം രൂപ അധിക വരുമാനം ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഡീസൽ വില വർധനവിന്റെ സാഹചര്യത്തിൽ ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിലേക്ക്. ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ അനുകൂല തീരുമാനം ഉണ്ടാകാത്തതിനാലാണ് സമരത്തിലേക്ക് നീങ്ങുന്നതെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ഗോപിനാഥൻ പറഞ്ഞു. അതേസമയം ബസ് ഉടമകൾ വന്നു കണ്ടിരുന്നെങ്കിലും സമരത്തെക്കുറിച്ച് അറിയിച്ചിട്ടില്ലെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രനും പറഞ്ഞു. തിയേറ്റർ വരുമാനം പങ്കിടുന്നത് സംബന്ധിച്ച് തർക്കം പരിഹരിക്കാൻ മന്ത്രി AK ബാലൻ വിളിച്ചു ചേർത്ത ചർച്ച പരാജയപ്പെട്ടു. വിഹിതം 50:50 അനുപാതത്തിലാക്കണമെന്ന തിയേറ്റർ ഉടമകളുടെ ആവശ്യം നിർമ്മാതാക്കൾ അംഗീകരിച്ചില്ല. പ്രശ്നം ഇതോടെ ക്രിസ്മസ് ചിത്രങ്ങളുടെ റിലീസിംഗ് പ്രതിസന്ധിയിലായി. മേളപ്പെരുക്കത്തിന്റെ വിസ്മയം തീർത്ത് സന്നിധാനത്ത് ചെറുശ്ശേരി കുട്ടന്മാരാരും സംഘവും പഞ്ചാരി മേളം അവതരിപ്പിച്ചു. കർണാടക സംഗീതത്തിലെ രൂപകതാളത്തിൽ പഞ്ചാരി മേളം കൊട്ടിക്കയറിയപ്പോൾ ആസ്വാദകർക്ക് നവ്യാനുഭവമായി. സന്നിധാനത്തെ ധനുമാസ രാത്രിയെ അക്ഷരാർത്ഥത്തിൽ ആവേശത്തിന്റെ മേളപ്പെരുക്കത്തിലാഴ്ത്തിയാണ് ചെറുശ്ശേരി കുട്ടന്മാരാരൻ സംഘവും തിരുസന്നിധിയിൽ പഞ്ചാരിമേളം അവതരിപ്പിച്ചത്. തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ദീപം തെളിച്ചതോടെ മേളപ്പെരുക്കത്തിന് തിരികൊളുത്തി. പൂരത്തിൽ തിരുവമ്പാടി മേളപ്രമാണിയുടെ കൈവഴക്കത്തിൽ കർണാടക സംഗീതത്തിലെ രൂപകതാളത്തിൽ കുട്ടന്മാരാരൻ സംഘവും കൊട്ടിക്കേറിയപ്പോൾ ആസ്വാദകർ ആവേശത്തിന്റെ കൊടുമുടിയിലേറി. പതികാലത്തിൽ തുടങ്ങി തിരുകലാശത്തോടെയാണ് മേളപ്പെരുക്കം സമാപിച്ചത്. ന്യൂസ് ബ്യൂറോ, ശബരിമല. സംസ്ഥാനത്തെ റേഷൻ പ്രതിസന്ധിക്ക് പരിഹാരമായി FCI തൊഴിലാളികളുടെ അട്ടിക്കൂലി 750 രൂപയാക്കി മന്ത്രിസഭായോഗം ഉയർത്തി. KSRTCയുടെ മിനിമം നിരക്ക് 6 രൂപയിൽ നിന്ന് 7 രൂപയാക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. എഞ്ചിനീയറിംഗ് ഒഴികെയുള്ള എല്ലാ പ്രവേശനങ്ങൾക്കും ദേശീയാടിസ്ഥാനത്തിലുള്ള നീറ്റ് ബാധകമാക്കി. DYFI 10ാമത് അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ലോഗോ കൊച്ചിയിൽ പ്രകാശനം ചെയ്തു. കേരള ബ്ലാസ്റ്റേഴ്സ് താരം CK വിനീതാണ് ലോഗോ പ്രകാശനം ചെയ്തത്. അടുത്ത ഫെബ്രുവരി 1 മുതൽ 5 വരെ കൊച്ചിയിലാണ് DYFI അഖിലേന്ത്യാ സമ്മേളനം നടക്കുക.
ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ മുന്നോടിയായി മികച്ച ലോഗോ തെരഞ്ഞെടുക്കുന്നതിനായി നടത്തിയ മത്സരത്തിൽ പത്തനംതിട്ട സ്വദേശി MD കുഞ്ഞുണ്ണിയാണ് വിജയിയായത്. കുഞ്ഞുണ്ണി രൂപകൽപ്പന ചെയ്ത 10ാമത് അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ലോഗോ എറണാകുളം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരം CK വിനീത് പ്രകാശനം ചെയ്തു. രാജ്യത്തെ യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങൾ അഖിലേന്ത്യാ സമ്മേളനം ചർച്ച ചെയ്യുമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് TV രാജേഷ് MLA പറഞ്ഞു. ഡിവൈഎഫ്ഐയുടെ ഈ 10ാം അഖിലേന്ത്യാ സമ്മേളനം നമ്മുടെ രാജ്യത്ത് യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വൈവിധ്യമാർന്ന വിഷയങ്ങളെ സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്യും. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം TV അനിത, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി S സതീഷ്, എറണാകുളം ജില്ലാ ഭാരവാഹികളായ പ്രിൻസി കുര്യാക്കോസ്, KS അരുൺകുമാർ എന്നിവരും പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. അടുത്ത ഫെബ്രുവരി 1 മുതൽ 5 വരെ കൊച്ചിയിൽ നടക്കുന്ന ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളന നടത്തിപ്പിന് CPIM ജില്ലാ സെക്രട്ടറി P രാജീവ് ചെയർമാനായി നേരത്തെ 1001 അംഗ സംഘാടക സമിതി രൂപീകരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.